മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നാം പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് മലയോര മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പ്രായം കൂടിയ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകൻ, അതേപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ആദ്യത്തെ മാധ്യമ പ്രവർത്തകൻ ഒക്കെയായ TV കുഞ്ഞിക്കണ്ണൻ എന്ന നാട്ടുകാരുടെ കണ്ണേട്ടനാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ശരിക്കും പറഞ്ഞാൽ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ച ഒരു വ്യക്തിയാണ് കണ്ണേട്ടൻ. അതുകൊണ്ട് ആ ഒരു കാലഘട്ടത്തെ കുറിച്ചും അദ്ദേഹത്തിന്റെ അനുഭവങ്ങളെ കുറിച്ചും എല്ലാ കാര്യങ്ങളും നമുക്ക് നേരിട്ട് തന്നെ അദ്ദേഹത്തോട് സംസാരിക്കാം. കണ്ണേട്ടൻ നമസ്കാരം. അപ്പൊ നമ്മള് കണ്ണേട്ടൻ ഞാനിപ്പോ പറഞ്ഞതുപോലെ ഒരു മുതിർന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനാണ്. ഇപ്പോഴും പ്രായം ശരീരത്തെ ബാധിച്ചിട്ടുണ്ടെങ്കിലും മനസ്സ് പാർട്ടിയിൽ തന്നെ ഉണ്ട്. ഇപ്പോഴും അതേ രീതിയിൽ തന്നെ മനസ്സിന് വാട്ടം തട്ടാതെ അല്ലെങ്കിൽ കോട്ടം തട്ടാതെ കണ്ണടം പോകുന്നത്. അപ്പോ കണ്ണേട്ടന് ഇത്രയും എത്ര വയസ്സായ കണ്ണേട്ടനെ? 82 പൂർത്തിയായി. ഇപ്പം ഈ വരുന്ന മാസം 1-ാം മാസം കൊടുക്കും. 82 കഴിഞ്ഞു. 83 വയസ്സായി. ഈ ഒരു കാലഘട്ടം ശരിക്കും പറഞ്ഞാൽ രാഷ്ട്രീയം ഒക്കെ തുടങ്ങിയത് എത്ര കൊല്ലായി? രാഷ്ട്രീയം ഞാൻ തുടങ്ങിയതിന്റെ എനിക്ക് മുമ്പായിട്ട് ആദ്യം നമ്മുടെ ഇതൊന്ന് പറഞ്ഞേക്കാം. നമ്മുടെ മാധ്യമരംഗം ആയിക്കോട്ടെ. കണ്ണേട്ടൻ രാഷ്ട്രീയത്തെക്കാൾ കൂടുതൽ അദ്ദേഹത്തിന്റെ മാധ്യമ പ്രവർത്തനത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. അങ്ങനെ പറഞ്ഞോളൂ. അതെ, മാധ്യമരംഗത്തിന്റെ ഞങ്ങളുടെ തുടക്കം രാഷ്ട്രീയം അടിസ്ഥാനമാക്കിയിട്ടല്ല. ചെറുപുഴയില് ആ കാലത്ത് എന്തായിട്ടുള്ള ഇന്നത്തെ വലിയ ഹൈ ലെവലല്ല. വൈകുന്നേരമാകുമ്പോൾ എവിടെ നിന്ന് വാർത്ത കിട്ടിയത് കുറിച്ചെടുത്ത് പരസ്പരം കൈമാറി അത് ഓരോരാളുടെയും പത്രങ്ങൾക്ക് അയക്കുക. അതിലെന്തെങ്കിലും സംശയങ്ങൾ വരും പരസ്പരം ചർച്ച ചെയ്യുക. മറ്റാരും അറിയിക്കില്ല. അതിൽ ചിലപ്പം പെശകുകൾ ഇങ്ങനെ സ്വന്തം അങ്ങനെ സ്വന്തം ആ പെശകുകൾ ബോധ്യപ്പെടുത്തി അത് വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ ആർക്കും ഏത് മാതൃഭൂമിന്റെ ആകാം ദേശാഭിമാനിന്റെ ആകാം പിന്നെ ഇത് കൈരളി ഉണ്ടായിരുന്നു. കുറച്ച് കൈരളിയല്ല, കൗമുദി, പിന്നെ മനോരമ, മാതൃഭൂമി, ഇതെല്ലാം ഭാസ്കരൻ, ചന്ദ്രൻ ഇതെല്ലാം കൂടിയിട്ട് ഞങ്ങൾ കൂട്ടായിരുന്നു. ഈ പത്രം രാവിലെ ഞങ്ങളൊരു ഒത്തുകൂടലുണ്ട്. രാവിലെ ഞാൻ പത്രം എടുക്കാൻ ഞാൻ പോകും. അതേപോലെ അവരും പത്രം എടുക്കുന്നില്ല. 5 മണി 5:30 നമുക്ക് അടുക്കുന്നു. പത്രങ്ങൾ പെട്ടയച്ചിട്ട് ഓരോ പ്രദേശത്തേക്കും പോകാനുള്ള കൊടുത്ത് ബാക്കിയുള്ളത് ആണ് വർത്തമാനം പറഞ്ഞ് ഇവന്റെ ഒരു ചായപ്പൊടി ഉണ്ടായിരുന്നു. ഒരു വെയിറ്റിംഗ് ഷെഡിൽ അതിന് ഓരോ ഗ്ലാസ് ചായ എല്ലാവരും കുടിച്ചിട്ട് പിരി. പിന്നെ എപ്പോഴും രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയെന്നുള്ളതിന് മറുപടി ഞാൻ ജനിക്കുന്നത് 1982. അത് ഞാൻ ജനിക്കുന്നത് 1943-ലാണ്. 43-ലാണ്. ആ പിന്നെ ജനിച്ച് ഒരു 6 മാസം കഴിയുമ്പോൾ ഞാൻ ഇവിടെ എത്തി. ഇതേ സത്യം. എൻ്റെ അച്ഛൻ്റെ അമ്മ, എൻ്റെ അമ്മ പിന്നെ അച്ഛൻ്റെ അമ്മയുണ്ട്, ഞാനുണ്ട്, അച്ഛനുണ്ട്. അമ്മയില്ല. അമ്മ വേറെ വിവാഹം കഴിച്ചു പോയതുകൊണ്ട് അതിൻ്റെ കൂടെ ഞാൻ പോയില്ല. നമ്മൾ സ്വതന്ത്രമായിട്ട്. അപ്പം 43 എന്ന് പറയുമ്പോൾ അതിനെ ഇനി അങ്ങോട്ട് മുമ്പോട്ട് കയറുകയാണ്. ഒരു 45. അപ്പം അന്നേരം 4-ാമത്തെ വയസ്സാണ്. ആ വയസ്സിൽ ഈ ആദ്യമായിട്ട് നടന്ന ഗുരുകുലത്തിൽ ഹരിശ്രീ എഴുതി പഠിപ്പിക്കാൻ. ആ പഠിപ്പിക്കുന്നത് ഒരു നാട്ടുകാർ സ്വയിപ്പാക്കിട്ട് അവിടെ വെളിഞ്ഞേറുന്നെന്ന് കൂട്ടി പറയും. പക്ഷെ വെളിഞ്ഞേറല്ല, സംസ്കൃതത്തിൽ എന്ന് പറഞ്ഞൊരു കണിശം ഗുരുക്കളായി. അദ്ദേഹത്തിന് എനിക്ക് ഓലയിൽ നാരായണൻ കൊണ്ട് ഓലയിൽ എഴുതാതെ ദിവസം നിശ്ചയിച്ച് അതിന് ഓല കൊണ്ടുവന്നെല്ലാം റെഡിയാക്കി വെച്ച് മഞ്ഞും വെയിലും കൊള്ളിച്ച് ഉണക്കി എല്ലാം റെഡിയാക്കി വെച്ചു. പക്ഷെ എഴുതാൻ തീരുമാനിച്ചിട്ടുള്ള ദിവസം ഒരിക്കലും പോയിരുന്നു. എവിടെയാ പോയെന്നറിയില്ല. അതിൻ്റെ ഒരു സങ്കടം എനിക്ക് ഇപ്പോൾ ഉണ്ട്. എന്നാലും
പിന്നെ ഓലയിൽ എഴുതുന്നതിന് മുമ്പേ എന്നെ പഠിപ്പിച്ചിട്ട് ഏകദേശം ഒരു കൊല്ലക്കാലം സംസ്കൃതം പിന്നെ വാക്കുകളും അക്ഷരശ്ലോകത്തിൽ തുടങ്ങി ഇങ്ങനെ ചൊല്ലി പഠിപ്പിച്ച് റെഡിയാക്കി വെച്ച അവസാനം കൊണ്ട് പോയി ഏതോ വഴിക്കൂർ പോയി. നമുക്ക് അതിന് തുടർച്ച കിട്ടിയില്ല. അതാണ് എൻ്റെ ആദ്യത്തെ പിന്നെ അനുഭവം. 42, 43, 44, 45 ഇത് 46 കഴിഞ്ഞ് 47 46 ഞാൻ 1ാം ക്ലാസ് ചെയ്യുന്നു. അതിവിടെയല്ല, അതിൻ്റെ 100ാം വാർഷികം നടക്കുന്നു പാടിച്ചാൽ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അവിടെ എൻ്റെ പഠനത്തിൻ്റെ ഒരു പ്രധാന ഘടകമാണ് 1ാം തലത്തിൽ. ആ 1ാം തലത്തിൽ പഠിക്കുമ്പോൾ ഞാൻ ഇവിടുന്ന് നടന്നിട്ടാണ് പാടിച്ചാല് ഇപ്പോഴത്തെ മുത്തപ്പൻ്റെ അമ്പലത്തിന്റെ തൊട്ട് പുറകെ, അതായത് വെയിറ്റിംഗ് നമ്മുടെ ഇതിന്റെ പഞ്ചായത്ത് ബസ് ഇതുണ്ടല്ലോ ബസ് സ്റ്റാൻഡ്, ആ ബസ് സ്റ്റാൻഡിന് നെറ്റ് പുറകെ ആടെയാണ് സ്കൂളിന്റെ. ആ സ്കൂളിൽ വെച്ചിട്ടാണ് എന്നെ പഠിപ്പിച്ചത്. ആരും എന്നെ കൈപിടിച്ച് എവിടെയും കൊണ്ടുവന്നിട്ടുണ്ടായില്ല. കാരണം കൂലിപ്പണിയെടുക്കുന്ന ഒരു അച്ഛന്റെ അമ്മയായിട്ടുള്ള 80 വയസ്സുകാരി അമ്മയും അവിടെ ഈ നത്തോലിനെ കൊടുത്ത് ഞാൻ എന്റെ കൂടി. അച്ഛൻ മരുന്ന് വരിക്കാൻ പറ്റിയ എപ്പോഴെങ്കിലാണ് വരിക, അല്ല പുറത്ത് എപ്പോഴെങ്കിലാണ് വരിക. ആ വരവെല്ലാം കഴിഞ്ഞിട്ട് വേണം പിന്നെ അതിൽ നിന്നും കുടുംബം കൊണ്ടതായിട്ട് വേണം നാഴിയേരി കഞ്ഞി വെച്ച് കുടിച്ചിട്ട് അമ്മയും ഞാനും പട്ടിണിയുടെ അങ്ങേത് 3 ദിവസം സ്കൂളിൽ പോകും. 3 ദിവസം ഭക്ഷണം അന്നം വെള്ളം കൂടെ കുടിക്കാതെ വെറും ഈ പാനിയിലെടുത്ത് വെച്ച വെള്ളം ഉപ്പിന്റെ കല്ലും കൂട്ടി കഴിക്കും. വായുവിന് ഉപ്പിന്റെ കല്ല് കഴിക്കും, എന്നിട്ട് വെള്ളം കുടിക്കും. അങ്ങനെ കുടിച്ചിട്ടില്ല പട്ടിണി മാറ്റി. ഇവിടുന്ന് പോകുമ്പോൾ വീടിന് 2 വർഷം അപ്പുറം എത്തുമ്പോൾ തലകറങ്ങി പോകും. ആ തലകറങ്ങിയെന്ന വീട് ആ വീട്ടിലെ പണിയെടുക്കുന്ന ആൾക്കാർ വേഗം എടുത്തു കൊടുക്കും. ചളിയും വെള്ളമെല്ലായാലും ലാർമാസിൽ പൂരെടുക്കുന്ന സമയമാണ് അവിടെ വന്ന ചളിയാണ്. അത് പിന്നെ കഴിഞ്ഞ് അന്ന് വീട്ടിൽ പോയി പിറ്റേന്ന് രാവിലെ പോകും. അന്ന് ശനിയാഴ്ച അരി വെച്ചില്ല, ഞായറാഴ്ച വെച്ചില്ല. തിങ്കളാഴ്ച പോകും. ഒരു അല്പം അന്നം കൊണ്ട് കുടിക്കാനില്ല. അടുത്ത വീട്ടിൽ കിടക്കുന്ന സ്ഥലത്ത് പോയിട്ട് ചോദിച്ച സമയത്ത് വെള്ളമുള്ള അന്നം വെള്ളമുള്ള അത് പൈപ്പ് കൊടുത്തു എന്ന് പറഞ്ഞു. ആ പാത്രം കൊണ്ടുപോയിട്ട് എൻ്റെ അച്ഛൻ്റെ 82 വയസ്സുള്ള ആ അമ്മ കണ്ണിന്ന് വെള്ളം ഒഴിച്ചുണ്ടായി വിളിക്കുന്നത്. അന്നപാട് ഞാനൊരു അമ്മ ഒന്നും അതിനൊക്കെ ഞെപ്പ് വരാറുണ്ട്. ഒരു ചൂണ്ട് വെച്ച് ഈ പുഴയിൽ താഴെ പോയിട്ട് അന്ന് പാലുമില്ല, അന്ന് മരപ്പാലും ഉണ്ടാകാം കേട്ടോ. ബീൻസും മരപ്പാലും CC കമ്പനിക്കാര് എടുത്തത്. അപ്പൊ അവിടെ ആ പിന്നെ പാലത്തിന്റെ അടമാതിരി വെള്ളം ഒഴുക്ക് വരുന്ന സ്ഥലം മീൻ കിട്ടും. മീൻ വെച്ച് 2 മീൻ കിട്ടി. 3 ദിവസം പട്ടിണി. ഇത് വേഗം എടുത്തിട്ട് ആരും പിടിയിൽ കൊണ്ടുപോയി ജോലിയിൽ കൊടുക്കാൻ വെച്ച് ടൗണില്ല കേട്ടോ. ഇപ്പൊ പുതുവാളുടെ വീട് നിൽക്കുന്നിടയ്ക്ക് അങ്ങോട്ടാണ് ചെറുപട്ടൗണ്, ആടുന്ന് ഇങ്ങോട്ടല്ല, അങ്ങോട്ടാണ് ചെറുപട്ടൗണ്. അവിടുന്ന് പാലം വരെ എത്തി. പഴയ പാലം വരെ ചെറുപുഴയാണ്. അവിടത്തേക്കുള്ള ആ പ്രവർത്തനങ്ങൾ പിന്നെ ഈ സഹായിക്കുന്ന സഹായകർ എന്ന കൂടുതൽ ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു മുസ്ലിം കുട്ടിയുണ്ടായിരുന്നു. എൻ്റെ പേര് ഉമ്മർ എന്നാണ്. ഞാൻ ഒരു പിന്നെ 8-10 വയസ്സ് കഴിഞ്ഞ് 15 വയസ്സാകുമ്പോൾ കാട് വയ്ക്കാൻ പോയി. അപ്പം വീട്ടിൽ പട്ടിണി കിടന്നുകൊണ്ടാണ് പോയത്. ഞങ്ങൾക്കിൻ്റെ വലിയ കത്തിയിട്ട് വീശാറ്, എന്നിട്ടും വീശി അതിന് പിന്നെ പണി എടുപ്പിച്ച ആളോട് അയാളെ പറഞ്ഞ് അയാൾ മരിച്ചുപോയി. എടുപ്പിച്ച ആളോട് ഇന്നലെ കഞ്ഞി വെച്ചില്ല. ഞങ്ങൾക്ക് 8 കഴിഞ്ഞു. 2 ദിവസത്തെ കൂലി, ഒരു ദിവസമല്ല. മക്കളോർത്തോളം 8 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ 1/2 രൂപ 50 പൈസക്ക് കൂലിയാണ്. പക്ഷെ അന്ന് ആ 8 ഒരു 3 സ്വരം അരിയും അതിന് സാധനം മേടിക്കാം. രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങിയപ്പോ രാഷ്ട്രീയ പ്രവർത്തനം 1947-48 തുടങ്ങി. 48 അന്നേരം 7 വയസ്സായി. ആ 7 വയസ്സിൽ 48 തുടങ്ങുന്നതാണ്. മറ്റു രാഷ്ട്രീയ പ്രവർത്തനമല്ല, ബാലസം
അതിന്റെ രോഗം പിടിക്കും. അത് നമ്മൾ കൊണ്ട് അതിനെ പ്രായമുള്ളവർ നമ്മൾ സഹായിക്കും. ഒന്ന് കുഞ്ഞീഷ്ണന്റെ അന്യനുണ്ട് ഊന്നട്ടൻ വരും, യോഗം പിടിച്ച് എത്തി ഇന്ന് സമ്മാനിച്ച് അയാളെ പഠിപ്പിച്ച് പോകും. അയാള് AISF കണ്ണൂർ ജില്ലാ ജോയിന്റ് സെക്രട്ടറി അരികൂരിട്ട്. ഇപ്പം ഒന്നിന്റെ ഒരു മൂല കൂത്തിയിരിക്കുന്ന മാത്രമേ ഉള്ളൂ. അതേ ഉള്ളൂ. അങ്ങനെ ഉള്ള കാലഘട്ടത്തിന് അതിജീവിച്ചുകൊണ്ടാണ് ഞാൻ ഈ വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറുന്നത്. പക്ഷെ അതിന് ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം. എനിക്ക് ഒരു നോട്ട് പുസ്തകമോ ഒരു കടലാസ് പെൻസിലോ സ്റ്റേറ്റ് പെൻസിലോ സ്ലേറ്റോ വാങ്ങിത്തന്ന ആളുണ്ടായിട്ടില്ല. അങ്ങനെ നിൽക്കുമ്പോൾ ഈ വീഴ്ചയുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കാത്തതുകൊണ്ട് വീഴ്ചയുണ്ടായി. ആ വീഴ്ച ഉണ്ടായ സമയത്ത് പിന്നെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് ദേഹത്തെ ചെടിയെല്ലാം കഴിഞ്ഞ് വീട്ടിലാക്കി. പിറ്റേന്നാൾ രാവിലെ വന്ന് ചൊവ്വാഴ്ചയാണ്, തിങ്കളാഴ്ച പോകുമ്പോഴാണ് തോന്നുന്നത് ചൊവ്വാഴ്ച എന്നെ നിൽക്കുന്നു. ഈ പിന്നെ ഈ സാധനം ഒന്നും ഉണ്ടായില്ല. എൻ്റെ ഷർട്ടും ഉണ്ട്. എന്താ ഷർട്ട് അത് പിന്നെ ഇതൊന്നും അടിച്ചിട്ടുണ്ടാവില്ല. ഇത് ഷോൾഡറിലെങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നുണ്ടാവും. അതേമാതിരി കോളർ കയറിയിട്ട് അതുണ്ടാവും. ഇത് വിട്ടിട്ട് സ്കൂളിലേക്ക് പോകും. അങ്ങനെ ഈ വീണതിൻ്റെ പിറ്റേന്നാണ് ഞാൻ എന്നെയും കൂട്ടി ഞാൻ ഇത് ഈ കീറിയ ഷർട്ടും ഇതെല്ലാം ഇട്ടിട്ട് ഈ പാലം കിടന്നിട്ട് പൊതുവെ ആ വീടിയൊക്കെ നടന്നിട്ട് പോയി. അപ്പൊ തലേ ദിവസം 2 മീനെ കിട്ടിയാൽ ഒരാളിനോട് ഞാൻ മീനെ തരുന്ന ചോദിച്ചു. ആ തരാം. എത്ര പൈസ വേണം? 1 ഉറുപ്പ്യ വേണം എന്ന് പറഞ്ഞ ഒരു കാര്യം ചെയ്യും. ഞാൻ ഇപ്പം ചില്ലറൊന്നും കഴിയില്ല. ഞാൻ നാളെ രാവിലെ ഇതിന് വരുമ്പം ഈ പീടിയിൽ അതിന് ആ പീടിയ പിന്നെ ഒരു കമ്പനി മുഹമ്മദ് കുഞ്ഞിൻ്റെ പീടിയാണ്. കമ്പനി മുഹമ്മദ് കുഞ്ഞ് അയാളുടെ പീടിയിൽ ഒരു ഭാഗത്ത് തുണിയും ഒരു ഭാഗത്ത് പലചരക്ക് സാധനങ്ങളും പിന്നെ ഇതെല്ലാം ഉണ്ട്. ആളെ കൊടുക്കുന്നു. ഞാൻ ആയിക്കോട്ടെ പറഞ്ഞ മീനും കൊണ്ടിട്ട് പട്ടിണിക്കൊക്കെ എന്നെ ആദ്യം പോയി. ആ മീനും കൊണ്ടുപോയ ആളുടെ പേര് പറയുന്നില്ല ചോദിച്ചിട്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തെങ്കിലും ഒരു തെളിവാണ്, ഞാൻ ആരാണെന്ന് നീ അറിയണം. നിനക്ക് എന്ന പുസ്തകമില്ലെങ്കിൽ കടലാസിന്റെ ഈ പീടിയെന്ന് വായിച്ചു അതിൻ്റെ പൈസ നീ കൊടുക്കും. ഞാൻ അത് അവസാനം എനിക്ക് മനസ്സിലായത് പിന്നെ ഇപ്പം ജഡ്ജിയായിട്ട് മരിച്ചു എന്ന് പറയാനില്ല. നമ്മുടെ കരിമ്പിൽ കുഞ്ഞിക്കോവിലിൻ്റെ അനിയൻ ജഡ്ജിയാണ്. അയാളെന്നെ കൈപിടിച്ച് പോയിട്ട് ടൈലർ രാഘവൻ അവിടെ ഒരു വേറൊരു രാഘവൻ ഉണ്ടായിരുന്നു, ചോയി രാഘവൻ എന്നാണ് പറയുന്നത്. അയാളൊരു കോൺഗ്രസിൻ്റെ പ്രവർത്തകൻ. ഇതെല്ലാം കൂടിയാണ്. ആ ചോയി രാഘവൻ്റെ പിടി വരുമ്പോൾ ഇവന് 2 ട്രൗസറും 2 ഷർട്ടും 1 മണിക്കൂറിൽ അടുപ്പിച്ച് മേടിച്ച് എന്നെ കൂട്ടി ഇത് കിട്ടും. ഇട്ടെന്നെ പൊഞ്ഞ് കെട്ടി എൻ്റെ കയ്യിൽ തന്നു. പീടിയന് 2 ബൗണ്ട് ബുക്ക്, പിന്നെ 2 പെൻസില്, പിന്നെ സ്ലേറ്റ് എല്ലാം മേടിച്ചത്. ഇതെല്ലാം മേടിച്ചിട്ടാണ്. അപ്പം ഇവർ എൻ്റെ കൈയും പിടിച്ചിട്ട് ഈ സ്കൂളിലേക്ക് പോകണം. അന്ന് ഇന്ന് കാണുന്ന സ്കൂളിലെല്ലാം അച്ഛനമ്മൾക്ക് അതൊന്നും വിളിയിട്ടില്ല. അന്ന് കാലം 252 മുമ്പായത് 52-53 അവിടുന്ന് ഈ പിന്നെ ഇവര് പിന്നെ കരിമ്പിൻ്റെ ഞാൻ അങ്ങനെ പറയുന്നില്ല, അപ്പോട്ടെന്നാ ഞാൻ വിളിക്കും. വന്നിട്ട് ഇതെല്ലാം ചെയ്ത് നേരെ കൈവച്ച് സ്കൂളിൽ വെച്ച് ഹെഡ് മാസ്റ്റർ എന്ന് പറഞ്ഞു. എൻ്റെ സാർ നിങ്ങൾ എഴുതുന്നതാണ്. അല്ല, ഞാൻ എഴുതുന്നതെന്ന് അറിയണ്ട, നിങ്ങൾ ഈ സ്കൂളിൽ കുട്ടീനെ കൊണ്ടായാലും കിട്ടുന്നുണ്ട്. ഈ കുട്ടി ഇന്നലെ ഞാൻ പിന്നെ ഇവിടെ വന്നിട്ട് പിന്നെ എൻ്റെ വീട്ടിലേക്ക് പോകുന്നു. വീടുകളെ നിങ്ങൾ അന്വേഷിക്കണം. എൻ്റെ വീട്ടിലേക്ക് പോകേണ്ടി നിൽക്കുന്നു. നല്ല 2 മീനുമായിട്ട് ഈ കുഞ്ഞി ഈ കോരിട്ടൊക്കെ. അപ്പം അന്വേഷിക്കുമ്പോൾ ആ കുട്ടി പറഞ്ഞു, എനിക്ക് അച്ഛനുണ്ട്, അമ്മയില്ല. അമ്മമ്മയുണ്ട്,
ഞാൻ 3 നാളാണ് വീട്ടിലുള്ളത്. അപ്പോൾ അച്ഛമ്മക്ക് എത്ര വയസ്സുണ്ട്? അച്ഛമ്മക്ക് ഒരുപാട് വയസ്സുണ്ട്. ഈ മുടിയെല്ലാം ചുരുണ്ടരച്ചിട്ടാണ് പറഞ്ഞു. അവസാനം ഇവരെ വിളിച്ചിരുത്തിയ പിന്നെ അയാൾ നിർത്തി അരുത്. അതായത് ഹെഡ്മാസ്റ്റർ പറഞ്ഞു, ഈ കുട്ടി 3 ദിവസം നിങ്ങൾ സ്കൂളിൽ പോയിട്ട് ശനി ഞായർ തിങ്കൾ ഈ 3 ദിവസവും അന്നാഹാരമോ അല്ലെങ്കിൽ അരിവന്ത വെള്ളമോ കുടിച്ചിട്ടില്ല. അത് കുടിക്കാതെ ഇന്നലെ ഈ തലനിറങ്ങി പോകുന്നു. ആ കുട്ടി ഇവരെ സ്ഥലത്തൊന്നും ഇതുവർക്ക് പിന്നെ പൊട്ടിയപ്പോഴും സ്നേഹിക്കുന്ന കഷ്ടം പറക്കെടുത്തിട്ട് ആ വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ആ തിരിച്ചു പോകുമ്പം അങ്ങോട്ട് യാത്ര അയച്ചത് ഈ സ്കൂളിലെ കുട്ടികളാണ്. എങ്ങനെ യാത്ര അയച്ചു? കൈകൊണ്ട് തപ്പ കൊടുത്ത് അങ്ങോട്ട് കൊണ്ടുപോയത്. ആ കുട്ടി അവിടെ എത്തിയിട്ടില്ല. എത്തുന്നതിന് മുമ്പ് തന്നെ ഇവര് മാഷന്മാരും 2 കൂടി ഈ സ്വീപ്പാണ്. ഹെഡ്മാസ്റ്ററോട് മാഷെ ഈ കുട്ടി എന്ത് പഠിച്ചു? 3 ദിവസം പണിയില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ വാങ്ങാൻ പൈസ ഇല്ലാത്തത് അരി വന്ന് വെള്ളം കുടിക്കാതെ ഈ കുട്ടീനെയാണ് ഇന്നലെ നിങ്ങളുടെ അത്യാവശ്യമായ കുട്ടികൾ കളിയാക്കിയിട്ട് ഏർപ്പെടുകൾ നടത്തിച്ചത്. അപ്പോഴേക്ക് ഒരു ബാലൻ മാഷിനെ കണ്ടങ്ങാടിയക്കാരൻ അയാൾക്ക് ഇന്നും പറഞ്ഞു. അയാള് തലയിൽ 2 ദിവസം ഉണ്ടായിട്ടില്ല. വേഗം ചാടി വന്ന് ഞാൻ കൊണ്ട് അതപ്പോൾ ഈ കയറി തന്നെ വന്ന് കെട്ടിയെന്നെ പിടിച്ചു ഞാൻ പിടിപ്പെട്ട് ചായയും ദോശയും മേടിച്ചു. ആ മാഷ് വാങ്ങിച്ചു കൊടുത്ത് ദോശയും അത് മേടിച്ചു. അവിടുന്ന് പിന്നെ 7ാം തരം 5ാം തരം വരെ ഞാൻ പറഞ്ഞു. 6ാം തരം മുതൽ KSF കേരള സ്റ്റുഡൻസ് ഫെഡറേഷൻ അത് യൂണിറ്റ് ഉണ്ടാക്കിയത് ഞാനും ഈ ഗോപിയേട്ടനും കൂടിയാണ്. അതിന്റെ സെക്രട്ടറി ഞാൻ. അതിന്റെ കൂടെ ഒരു പിന്നെ കച്ചേരി പിന്നാലുണ്ടായിരുന്നു. ഓനതിന്റെ പ്രസിഡന്റ്. നമുക്ക് ചുണ്ടയിലാണ്. ഇപ്പൊ 2 ഞാനാണ് അതിന്റെ ഭാരവാഹി. അതിന്റെ ഭാരവാഹിയായി ഇരിക്കുമ്പോഴാണ് ബാലസംഘം, ഭാരത ബാലസംഘം, ആ ബാലസംഘത്തിന്റെ യോഗം വിളിക്കുന്നത്. ആ യോഗം വിളിച്ച് കുട്ടികളെല്ലാം കൂട്ടി പിന്നെ ചായ ഉണ്ടാക്കി പിന്നെ കുടിച്ച് യോഗം ചേർന്നിട്ട്. അപ്പൊ കണ്ണടം ഞാൻ ഇടപെടുന്നു. സമയം പ്രശ്നമുണ്ട്. വേഗം തീർക്കും ഞാൻ പറഞ്ഞത്. ഈ രാഷ്ട്രീയ കാലഘട്ടങ്ങളില് ജയിലിൽ കിടന്നിട്ടുണ്ട്. 137 ദിവസം കിടന്നിട്ടുണ്ട്. എന്തായിരുന്നു? അത് മിച്ചഭൂമി സമരമാണ്. ഒന്ന് തങ്കച്ചനും കൊന്നില്ല അവര്. അപ്പം നമ്മൾ തിരിച്ച് കൊന്നിട്ടില്ല, പിന്നെ നല്ല പരിക്ക് പറ്റിച്ചു. അപ്പം അത് വന്നോട് കൂട്ടിയിട്ട് പിന്നെ കൊലപാതക ശ്രമം കേസ് അത് കിടന്നു. കവലക്കുന്നു, ചെറുപുഴ ടൗൺ കവലക്കുന്നു. തങ്കച്ചന്റെ അതന്നെ കൊലപാതകം അല്ലാതെ ഈ മിച്ചഭൂമി സമരം ജോസിഗിരി ഉണ്ട്. ജോസിഗിരി 118 ഏക്കറിന്റെ അവിടുത്തെ അതിൽ നമ്മുടെ ജോർജ് എന്നോട് വ്യക്തിപരമായ വിരോധങ്ങളെ പ്രതിയാക്കി. ഞാൻ തർക്കിച്ചിരുന്നവരുണ്ട്. പ്രശ്നമില്ല പറഞ്ഞു ഞാൻ കിടന്നു. അതുണ്ട്. പിന്നെ ചീമേനി മിച്ചഭൂമി സമരമുണ്ട്. പിന്നെ അതിനേക്കാളും അവിടെ പോയത് വീടിയാണ് പോയത്. അരവഞ്ചാറിന് പൂവത്തനാറാവസ്ഥയപ്പിന്റെ അതിന് 2 ഘട്ടങ്ങളിലായിട്ട് പിന്നെ ഈ രണ്ടാഴ്ച കടത്തി. ഇല്ല, അതുണ്ടായില്ല, മർദ്ദനേറ്റില്ല. അപ്പൊ പിന്നെ അത് നമ്മൾ എന്തോ പിടിക്കുന്ന ലേശങ്ങൾ പേടിയുണ്ട്. അത് പുലിക്കോടനെയാണ്. പുലിക്കോടന അത്. അപ്പം ഞങ്ങളിങ്ങനെ പിന്നെ സ്റ്റേഷനിൽ പോയിരിക്കുന്നത് ഇയാൾ വടിയെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന കാണുമ്പോൾ പേടിയുണ്ട് ഉള്ളില്. അവസാനം പിന്നെ പിന്നെ ബാലേട്ടനുണ്ടായി ഈ ബീരുക്കാരൻ. അയാള് ASI, അയാളുടെ അനിയൻ SI, അയാൾ SI. സാർ ഇതെല്ലാം അവിടെ നടക്കുന്ന പാവം കുഞ്ഞാണ്. മറ്റുള്ളവർ എന്തോ ചെയ്തെങ്കിൽ ഇതുങ്ങളുടെ റോഡുമിലെ കൂടി വരുമ്പോൾ നമ്മ വല്ലതും ചെയ്തിട്ടുണ്ട് കാര്യമില്ല. അതുകൊണ്ട് ഈ കുട്ടികളെ എന്തെങ്കിലും ഒരു ഇതാക്കിയിട്ട് കൊടുക്കുക. ഈ കേസുകളൊക്കെ
വെറുതെ വിടല്ലേ, ശിക്ഷിക്കുന്നില്ലല്ലോ. ഒന്നും ശരിയില്ല. ഒരു കേസിൽ മാത്രം സംശയത്തിന്റെ ആനുകൂല്യം. അത് ഈ കുഞ്ഞിനെ ഈ നമ്മുടെ തങ്കച്ചനെ കൊന്നോനാണ് നമ്മള് നല്ലോണം കൊടുത്തില്ല പിടിച്ചിട്ട് ആളെ കുമ്മായി കുയിലിട്ട് ചവിട്ടിക്കും. അപ്പൊ ഇത് വന്നുകൊണ്ടെന്ന് വെച്ചാല് മറ്റൊരു കേസ് തന്നെയെങ്കിലും ആ കേസ് നമ്മളെ ഇയാളാണ് അറ്റൻഡ് ചെയ്തത്. രത്നസിംഗ് അവയ്ക്ക് വേണ്ടിയിട്ട്. രത്നസിംഗ് മാത്രമല്ല, നമ്മളിപ്പം നമ്മുടെ വന്ന അയാൾ ഇവർ രണ്ടാളും ആ കേസെടുത്ത് നമ്മൾ നല്ല സുഖമായിട്ട് ഇതെല്ലാം കേൾക്കുമ്പോഴൊക്കെ ചെയ്തു. അപ്പം ആ ഒരു കേസിലും ശിക്ഷിക്കപ്പെടില്ല. പക്ഷേ ദീർഘം 137 ദിവസം വിവിധ കേസുകളിലായിട്ട് കടന്നു ഞാൻ പറഞ്ഞു. ശരിക്കും ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ, പാർട്ടിന്റെ ഒരു പ്രവർത്തന കാലഘട്ടം ഉണ്ടല്ലോ കർണാടക. ഇന്നും ആ പ്രവർത്തനം നിങ്ങൾ വിട്ടുപോയില്ല, ആരോഗ്യ കുറവുണ്ടെങ്കിൽ. ആ ഒരു കാലഘട്ടങ്ങൾ തമ്മിൽ വ്യത്യാസം കാലഘട്ടങ്ങളിൽ വ്യത്യാസം. ആദ്യത്തെ വ്യത്യാസം ഞാൻ ഈ പറഞ്ഞതിന് വലിയ ഭാഗം വന്നു. ഇത് ഒന്നുമില്ലായ്മയിൽ നിന്ന് കിട്ടുന്നത് ഏതെങ്കിലും കൈയിട്ട് വാരി മേടിച്ചു വന്നിട്ട് അങ്ങനെയെല്ലാം ജീവിച്ച് രാഷ്ട്രീയ പ്രവർത്തനത്തേക്ക് മെല്ലെ വരികയാണ്. ആ വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് 18 വയസ്സ്. ആ 18 വയസ്സാകുമ്പോഴേക്ക് ഞാൻ ESLC പാസ്സായി 2 കൊല്ലം കഴിഞ്ഞു. അപ്പം കർഷക സംഘത്തിന്റെ യോഗം ഇപ്പൊ തൊഴിലാളികളുടെ വീട്ടിലല്ലോ, ആ വീട്ടിലാണ് നമ്മളെ അത് കുഞ്ഞീഷ്ണാന്റെ വീട്ടിൽ നമ്മൾ എല്ലാ പരിപാടി തൊഴിലാളികളുടെ വീട്ടിൽ വെച്ചിട്ട് ഈ യോഗം നടക്കണം. യോഗം നടക്കുന്നത് എന്നോട് ഈ CP നമ്മുടെ ഇടവരപ്പിലെ കാറ്റാറ്റിന്റെ ഭർത്താവ് CP, അതേമാതിരി തന്നെ അങ്ങനെ 2 AV നാരാണ്. ഇവരെല്ലാം കൂടി പറഞ്ഞ് യോഗം എന്നോട് എഴുതാൻ എല്ലാം പറഞ്ഞു. എഴുതിയിട്ടാകുമ്പം അവര് പറഞ്ഞു ഇതിന്റെ ഭാരവാഹികളായിട്ട് ഇയാള് നമ്മുടെ PV കോയിലോട്ട് പ്രവർത്തിക്കും. സെക്രട്ടറി ആയിട്ട് നമ്മുടെ പുതിയ സുഖം. അപ്പോ കണ്ണടൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷെ അത് കേൾക്കാനുള്ള സമയം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നേർന്നുകൊണ്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കാം.